ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? അതുപോലെ സെക്രട്ടറി ടോയെ മെയിൻസിന് പഠിക്കുന്നവരുടെയൊക്കെ പഠനം നന്നായിട്ട് പോകുന്നില്ലേ? അത് ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയുള്ളൂ. ഞാനും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കുറച്ച് തിരക്കുകളുള്ളത് കൊണ്ടാണ് കേട്ടോ എനിക്ക് വീഡിയോസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാത്തതും വേറെ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ്, കുറേയധികം കാര്യങ്ങളുള്ളത് കൊണ്ട്. ഇപ്പോൾ ഈ ഒരു എക്സാമും കൂടെ എടുക്കാറായതുകൊണ്ടാണ് എനിക്ക് അതിനനുസരിച്ചൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ പെട്ടെന്ന് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഇടാൻ പറ്റാത്തത് കേട്ടോ. കാരണം ഇത് കുറച്ചുണ്ട് അധികം പഠിക്കാൻ. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണ്ടേന്ന് വെച്ചിട്ടാണ്. എനിവേയ്സ് ഞാനത് എത്രയും വേഗം അസിസ്റ്റന്റ് സെയിൽസ്മാനിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്കറിയാലോ, മെയിൻസിന്റെ ആ ഒരു ലെവൽ എന്ന് പറയുമ്പോൾ കട്ടി കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം, ഇപ്പോൾ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്നവരുടെ കുറച്ച് പേരെങ്കിലും LDC കിട്ടാതെ പോയവരും 10th പ്രിലിംസ് പാസ്സാകാൻ പറ്റാതെ പോയവരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു PSC പഠനം എന്ന് പറയുന്നത് അത്യാവശ്യം ക്ഷമ വേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ എന്താണ്, നമ്മുടെ പേഷ്യൻസ് ആണ് അവിടെ ശരിക്കും ടെസ്റ്റ് ചെയ്യപ്പെടുക, അല്ലേ? കുറേയധികം നെഗറ്റീവ്സിന്റെയും പോസിറ്റീവ്സിന്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു പഠനത്തിന്റെ സമയത്ത് ഉണ്ടാവുക. കുറേയധികം സെറ്റ് ബാക്സ് ഉണ്ടാകാം. ചിലപ്പോൾ എന്താണ്, വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേൾക്കാം, കുറേയധികം കാര്യങ്ങൾ കേൾക്കാം. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി, അതായത് ഇതൊരൊറ്റ പരീക്ഷയാണ്, ഇതെനിക്ക് നേടിയെടുക്കണം എന്നുള്ള വാശിയിലിരിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അതായത് അത്രയും തീവ്രമായ ആഗ്രഹമുള്ളവരുണ്ട്. ചിലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പഠിച്ച്, അതായത് സെൽഫായിട്ട് പഠിച്ച് നേടണം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, മാക്സിമം ചെയ്യാൻ ഇരിക്കുന്നവരുണ്ട്. എങ്ങനെ പക്ഷേ നല്ല രീതിയിൽ ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം, കുറച്ച് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു എന്താണ് പറയുക, ഒരു മടുപ്പ് തോന്നുമല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല സ്റ്റഡീസ്, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ. അങ്ങനെ ഒരു ഉള്ളവരുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് അറിയാം, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലേ. ലക്ഷ്യമില്ലെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥമില്ല. നമ്മൾക്കൊരു ഗോൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കുന്നതും വർക്ക് ചെയ്യുന്നതും നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതും. അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലെ സ്വപ്നങ്ങൾ, അല്ലെ? അപ്പോൾ നമുക്കൊരു വിഷൻ ഉണ്ട്, എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം. ഓക്കെ, എന്താണ്, നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മുന്നിൽ വരാം, ശരിയാണ്. പക്ഷെ നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷൻ നമുക്കുണ്ട്. നമ്മുടെ കരിയറിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും നമ്മുടെ മുന്നോട്ടുള്ള അതിനുശേഷമുള്ള ലൈഫിനെ പറ്റിയിട്ടുള്ളതാണെങ്കിലും കുറച്ചൊക്കെ വിഷൻ നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഈ സെൽഫായിട്ട് പഠിക്കുന്നവർ, ഇപ്പോൾ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടി പഠിക്കുന്നവർ എങ്ങനെ ബെറ്റർ ആയിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാം, സോ ദാറ്റ് സിലബസ് എൻറ്റയർലി നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കണം, ആ ഒരു കോൺഫിഡൻസോട് കൂടി പരീക്ഷ എഴുതാൻ പറ്റണം. ആ ഒരു ഇതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു രീതിയിൽ നിന്നുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നത്. അതിനാണ് ഞാൻ ഈ ഒരു എന്താണ്, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെയൊക്കെ മൈൻഡിൽ, ഇപ്പോൾ എൻ്റെ മൈൻഡിലാണെങ്കിലും എനിക്കുള്ള ഒരു വിഷൻ, അത് മിക്കവർക്കും ഉള്ളൊരു വിഷൻ തന്നെയാണ്, അല്ലെ? ഗവൺമെന്റ് ജോബ്. PSC ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റ് ജോബാണ് അവരുടെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അത് നേടിയെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യം, അല്ലെ? നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. ഇത് കിട്ടിയാലാണ് നമുക്ക് നമ്മുടെ വിഷ് ലിസ്റ്റിലുള്ള പല കാര്യങ്ങളും നേടാൻ സാധിക്കുക, അല്ലെ? നമ്മളിങ്ങനെ അക്കമിട്ട് വെക്കും, എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് മേടിക്കണം, അത് ചെയ്യണം, അല്ലെങ്കിൽ കുറേയധികം നമ്മുടെ വിഷ് ലിസ്റ്റുകളുണ്ട്. വിഷ് ലിസ്റ്റിൽ കുറേയധികം കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആ ഒരു പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളത് ആദ്യം നമ്മുടെ ആ ഒരു കരിയറിനായിരിക്കും, അല്ലെ? അതിനുശേഷം നമ്മളുടെ ഇഷ്ടങ്ങൾ പോലും നമ്മൾ ചിലപ്പോൾ അവിടെ സെക്കൻഡ് പ്രിഫറൻസിലേ വരുള്ളൂ, അല്ലെ? അപ്പോൾ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയാണ് പഠിക്കുന്നത് എങ്കിൽ യുവർ ഫസ്റ്റ് പ്രിഫറൻസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് കുറേയധികം കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മളുടെ പ്രയോറിറ്റി നമ്മൾ ഏതിനാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് മാറിപ്പോവും. നമുക്ക് ഒരു ഗവൺമെന്റ് ജോബാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് കുറേയധികം എത്ര കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ പ്രയോറിറ്റി ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അതിനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അത് കൃത്യമായി ചെയ്യാം. ദെൻ ബാക്കി സമയം വേണ്ട കാര്യങ്ങൾക്ക് വേണ്ട സമയം കൊടുക്കാം. നമ്മൾ ചിലപ്പോഴൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു പ്രയോറിറ്റിയിലുള്ള ഡിഫറൻസസ് കാരണം നമ്മൾ എന്ത് ചെയ്യും, വേറെ ചില, ഇപ്പോൾ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, ഇപ്പോൾ ഫാമിലിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഒട്ടുമേ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അതിനുവേണ്ടി സമയം മാറ്റി വെച്ചേ പറ്റും. അല്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് എന്താണ്, അതിൽ നിന്ന് നമുക്ക് സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിലും മാറ്റി വെക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാറ്റിവെച്ച്, അതായത് അതിനെ മാറ്റിവെച്ച് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളുടെ ആ ഒരു ഗവൺമെന്റ് ജോബിന്, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പഠനം എന്നുള്ളതായിരിക്കണം നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ്. നമ്മളിപ്പോൾ ഏതൊരു എക്സാമിന് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനു വേണ്ടി ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു പഠനം എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ട് എങ്ങനെ നടത്താമെന്നാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഈ വിഷ് ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തണം. നമുക്കൊരു സെൽഫ് കണ്ടന്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കണം. അതായത്
എന്താ പറയുക, നമ്മൾ സംതൃപ്തി, ഇപ്പൊ 100% സംതൃപ്തി ഒരിക്കലും നമുക്ക് മനുഷ്യന്റെ ലൈഫിൽ കിട്ടില്ല അല്ലെ. ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അത് ഇതെന്നൊക്കെ നമുക്ക് തോന്നും. 100% അല്ലെങ്കിൽ കൂടി നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു റിസൾട്ട് എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സംതൃപ്തി കിട്ടുന്ന കാര്യം നമ്മൾ കൊടുക്കുന്ന കാര്യത്തിന്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ആത്മാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. ഞാനൊരു എക്സാമിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ അത് കഷ്ടപ്പെട്ട് പഠിച്ച് അത് നേടുന്നതാണ് എൻ്റെ ഒരു സംതൃപ്തി. അതനുസരിച്ച് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുന്നതാണ് എൻ്റെ ഒരു സംതൃപ്തി. ചിലർക്ക് എന്താണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും സംതൃപ്തി. ഇപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് അല്ലെ, ഓരോ പേഴ്സൺ ടു പേഴ്സൺ മാറിയിരിക്കും. നമുക്കൊരു 100% സെൽഫ് കണ്ടന്റ്മെന്റ് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ആത്മാർത്ഥമായി എഫേർട്ട് ഇടുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഏറ്റവും വലിയൊരു സെൽഫ് കണ്ടന്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പഠിത്തം എന്ന് പറയുന്ന കാര്യത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ആദ്യം നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം. ഒരു സംശയം നമ്മുടെ ഉള്ളിൽ പാടില്ല. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇടയ്ക്ക് വരാറുണ്ട്, എന്നെ കൊണ്ട് പറ്റും, എനിക്കിത് കിട്ടും, എനിക്ക് ആ ഒരു പരീക്ഷയ്ക്ക് ഈ മാർക്കല്ലേ കിട്ടുള്ളൂ, ഈ ഒരു പരീക്ഷയ്ക്ക് എത്തിയിട്ട് പോയില്ലേ, കുറേ പേരില്ലേ ഇത് എഴുതാൻ, അവരൊക്കെ ഇല്ലേ എന്താണ്, അപ്പോൾ അതിൻ്റെ ഒപ്പം എനിക്ക് എത്താൻ പറ്റും, എനിക്ക് കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ എന്നുള്ള കുറേയധികം സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും. ഓക്കെ, ഒരിക്കലും നമുക്ക് സംശയത്തോടു കൂടി ഒരു കാര്യം ചെയ്താൽ അത് അത്രത്തോളം മെനി ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ശരിയാവില്ല. ഓക്കെ, സോ ബി കോൺഫിഡൻറ്റ് ഇൻ യുവർ സെൽഫ്. നമ്മളിൽ തന്നെ എന്തായിരിക്കണം, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം നമുക്ക് നമ്മളിൽ. എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് അതിനുള്ള കഴിവുണ്ട്, സ്കില്ലുണ്ട്, ടാലന്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കണം. ഒരിക്കലും മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ നോക്കരുത്. ഈച്ച് വൺ ഇസ് ഡിഫറെൻറ്റ്. ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. അവരുടേതായ കഴിവുകളും സ്കില്ലുകളും ഓരോരുത്തർക്കും ഉണ്ട്. അത് ഒരിക്കലും പഠിത്തത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്തിട്ട് അവനത് പറ്റി, പക്ഷെ എനിക്കത് പറ്റുന്നില്ല, സോ എനിക്ക് അത്രയും ബുദ്ധിയില്ല, അതിൽ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഓരോരുത്തർക്കും അവരറിയാതെ പോകുന്നതാണ് അവരുടെ ടാലൻസും സ്കിൽസും. ഹിഡൻ ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അത് ഒരു പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം തുടങ്ങുക. അത് നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം തുടങ്ങുക. നമ്മുടെ സ്കിൽ എന്താണ്, നമ്മുടെ ടാലന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമ്മുടെ ലൈഫും ചേഞ്ച് ആകും. സോ ബി കോൺഫിഡൻറ്റ്. ആൻഡ് രണ്ടാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കീപ് കൺസിസ്റ്റൻസി. നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി PSC പഠനത്തിൽ. ഓക്കെ, ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് നോക്കാൻ വഴിയേ. ദെൻ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി തീർച്ചയായിട്ടും വേണം. ഒരു റാൻഡം സ്റ്റഡി എന്ന് പറയുന്നത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ അതാണ് എല്ലാവർക്കും നല്ലത്. ദെൻ 100% ഹാർഡ് വർക്ക്. ഓക്കെ, ലെറ്റ് us see ഇതൊക്കെ എങ്ങനെ അച്ചീവ് ചെയ്ത്, അല്ലെങ്കിൽ ഹൗ ടു മേക്ക് ഇറ്റ് പോസിബിൾ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതൊക്കെ എങ്ങനെ പോസിബിൾ ആക്കി എടുക്കും എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് പറയാൻ പോകുന്നത്. ടു ബി കോൺഫിഡൻറ്റ് ആവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന്, നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെഗറ്റീവ്സിന് ചെവി കൊടുക്കാതെ നമ്മൾ മാക്സിമം പോസിറ്റിവിറ്റി, അതായത് എന്താ പറയുക, നല്ല കാര്യങ്ങൾ എന്ത് കേട്ടാലും നല്ലത് സ്വീകരിക്കാൻ ശ്രമിക്കുക. വളരെയധികം ടെൻഷൻസോ വറീസോ ഒന്നും നിങ്ങളെ ബാധിക്കാൻ പാടില്ല ഈ പഠനത്തിലാണെങ്കിലും. കാരണം അത് നമുക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കും, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ വളരെയധികം കാരണമാകും. അപ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി നിൽക്കുക. ഓക്കെ, എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടി നിൽക്കുക. ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മളിൽ തന്നെ വിശ്വസിക്കുക, എന്നെക്കൊണ്ട് ഇത് സാധിക്കും, അതിനുള്ള ഒരു ടാലന്റ് എനിക്കുണ്ട്. ഇത്രയും ഒന്നുമില്ലെങ്കിലും ഇത്രയും ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കുറേയധികം കണ്ടിന്യൂസ് ആയിട്ട് എക്സാംസ് എഴുതിയിട്ടും സക്സസ്ഫുൾ ആകാത്ത കുറേ പേരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇതിലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവർക്കും അതിൽ കഴിയും. കാരണം എന്താ പറയുക, ഇത്രയും ക്ഷമയോടുകൂടി അവർക്ക് അത് അത്രയും പഠിച്ച് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ കഴിവ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിലോട്ട് നമുക്ക് എത്തണമെന്നില്ല. അതിന് ആ തെറ്റായ ഏരിയാസ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ മിസ്റ്റേക്സ് വരുത്തിയേക്കണേ അത് റെക്ടിഫൈ ചെയ്ത് പാച്ചപ്പ് ചെയ്ത് പോകും. ഓക്കെ, സോ ബിലീവ് ഇൻ യുവർ സെൽഫ്, വാച്ച് മോട്ടിവേഷണൽ വീഡിയോസ്, എസ്പെഷ്യലി ഈ റാങ്ക് മേടിക്കുന്ന, അതുപോലെ തന്നെ ഗവൺമെന്റ് ജോബ്സിലൊക്കെ കിട്ടിയിട്ട് അവരുടെ ആ ഒരു ജേർണി, PSC ജേർണി പറയുന്ന കുറേയധികം വീഡിയോസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ലൈഫിൽ സക്സസ്ഫുൾ ആയവരുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. എല്ലാവരും കുറേയധികം സാക്രിഫൈസസും അതുപോലെ തന്നെ കുറേയധികം സ്ട്രഗിൾസും ഒക്കെ ഫേസ് ചെയ്തിട്ടാണ് സക്സസ്സിലോട്ട് എത്തിയിട്ടുള്ളത്. ചെറുപ്രായത്തിലെത്തിയവരുണ്ട്. ഇനി കുറച്ച് ടൈം എടുത്തിട്ട്, ഇപ്പോൾ ഏജ് എന്ന് പറയുന്നതാണല്ലോ ചിലരുടെയൊക്കെ ലൈഫിൽ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇത്രാം വയസ്സിൽ കിട്ടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയും വയസ്സായില്ലേ എന്നൊക്കെയുള്ള ചിന്ത. ഈവൻ നിങ്ങൾ തന്നെ കണ്ടു കാണും, IAS ഇപ്പോൾ ലേറ്റസ്റ്റ് IAS കിട്ടിയതിൽ 40 വയസ്സുള്ള വ്യക്തികളും ഉണ്ട് അല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതും ഒരു അച്ചീവ്മെന്റ് ആണ്. അത്രയും ക്ഷമയോടുകൂടി പേഷ്യൻസോടുകൂടി അവരവരുടെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ എപ്പോഴും മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടാൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക് തീർച്ചയായിട്ടും കിട്ടാതിരിക്കില്ല. അത് ഒബ്വിയസ്ലി നമ്മുടെ ഹാർട്ടിനെ ടച്ച് ചെയ്യുന്ന, നമുക്ക് പെട്ടെന്നെങ്കിലും ആ ഒരു അഡ്രപ്റ്റ് ആയിട്ടെങ്കിലും നമുക്ക് പഠിക്കണം, ഇല്ല ഞാൻ കൃത്യമായിട്ട് ചെയ്യും, എനിക്ക് നേടണം എന്നുള്ളൊരു വാശി തരുന്ന രീതിയിലുള്ള വീഡിയോസ് കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. നമുക്ക് പെട്ടെന്നൊരു എനർജി കയറും, നമ്മൾ അതിനനുസരിച്ച് ചെയ്തിരിക്കും എന്നുള്ള ഒരു ഇതോട് കൂടി തന്നെ മുന്നോട്ട് പോകും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും കമ്പയർ ചെയ്യരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്കറിയാം എൻ്റെ ടാലന്റ് എന്നുള്ള ഒരു വിശ്വാസം, നമ്മളുടെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യുന്ന പോലെ ചിലപ്പോൾ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല പല കാര്യങ്ങളും.
ഇപ്പോൾ എല്ലാം എന്താ പറയുക, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരും ഓരോരുത്തരുടേതായ രീതിയിൽ ഡിഫറൻസ് ആണ്. നമുക്ക് വിമർശിക്കാൻ പറ്റും എല്ലാവരെയും, അതില്ല ഇതില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളത് ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. മനുഷ്യനല്ലേ, ഓരോരുത്തർക്കും അവരുടേതായ എന്തുണ്ട്, വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ദെൻ ടു കീപ് കൺസിസ്റ്റൻസി. പഠനത്തിൽ ഏറ്റവും വേണ്ട കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം അവോയ്ഡ് ദ ഓവർ യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് എന്ന് പറയുന്നതാണ്. അതായത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യണം. നമ്മളുടെ പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ചിലപ്പോൾ ചിലർക്ക് ഇപ്പോൾ ആപ്പിൽ ക്ലാസ്സുകൾ കേൾക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ എന്താണ്, മൊബൈൽ ഫോൺ മസ്റ്റായിട്ട്, എന്നാൽ നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് ഓവർ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓവർ യൂസ് എന്ന് പറയുന്ന ഒരു സംഭവം കുറച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം, എക്സ്, ഓക്കെ, കുറേയധികം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ഇതിലൊക്കെ കുറേയധികം ടൈം സ്പെൻഡ് ചെയ്ത് കളയാൻ ശ്രമിക്കരുത് ഒരിക്കലും. പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയാണ് പഠിക്കുന്നതെങ്കിൽ ആദ്യമേ മൈൻഡിൽ സെറ്റ് ചെയ്യേണ്ട കാര്യം മൊബൈൽ ഫോൺസിന് ഒരു പർട്ടിക്കുലർ ടൈം ഫിക്സ് ചെയ്യാനുള്ളതാണ്. ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറുള്ളതാണ്. ആകെ ഒരു 2 ടൈംസേ മാക്സിമം ഫോൺ യൂസ് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. ഓക്കെ, അത് ഒരു ഡേയിൽ, അതും കൂടി വന്നാൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, അത് മാത്രം ഒരു സ്പെസിഫിക് ടൈം മൊബൈൽ ഫോൺസിന്റെ ആ ഒരു യൂസിന് വേണ്ടി മാറ്റി വയ്ക്കുക. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഓവർ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ, അതും കുറയ്ക്കണം. ഇത് രണ്ടും നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വയ്ക്കണം. ഇതധികം ചെയ്യില്ല. കാരണം ഇപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. ഈ ഒരു ലക്ഷ്യത്തിന്, കാരണം നമ്മൾ ഇപ്പോൾ ഈ ഒരു എഫേർട്ട് ഇട്ടാലേ നമുക്ക് അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമുക്ക് ഫോൺ പിന്നെ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, സോഷ്യൽ മീഡിയ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു പരീക്ഷ ഇപ്പോഴേ വരുള്ളൂ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഓൾവേസ് അവോയ്ഡ് കണ്ടിന്യൂസ് സ്റ്റഡി ഓഫ് മെറ്റീരിയൽസ്. അതായത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു കളയാന്ന് പറഞ്ഞ ഒരു 5, 6, 7, 8 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കളയാന്ന് പറയുന്നത് വെറും ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് തല തന്നെ വേദന എടുക്കാൻ തുടങ്ങും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താ പറയുക, ഓക്കെ, നിങ്ങൾ പഠിക്കണം, നമ്മൾ പഠിക്കണം, പഠിച്ചിരിക്കും. പക്ഷെ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യരുത്. അതിൽ നെസസറി ബ്രേക്സ് തീർച്ചയായിട്ടും എടുത്തിരിക്കണം. ആ ബ്രേക്കുകളിലായിരിക്കണം നമ്മളുടെ ഇഷ്ടങ്ങൾക്ക്, അതായത് ചിലർക്ക് ബുക്സ് വായിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് എന്താണ് പറയുക, എന്തെങ്കിലും കുറച്ച് നേരം പ്രകൃതി ആസ്വദിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചെടി നനയ്ക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് പാട്ട് കേൾക്കുന്നത്, ഡാൻസ് കളിക്കുന്നത്, ഓരോരുത്തർക്കും ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ അതിൽ എന്താണ്, ആ ഒരു ബ്രേക്കിൽ നമ്മുടെ ഹോബീസിനുള്ള സമയം, ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കും. എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. ഓരോ ഡേയിലും അല്ലെങ്കിൽ കേവലം വെറും സ്റ്റഡീസ് മാത്രമായിട്ട് പോകുന്ന പോലെ തോന്നും. ഓക്കെ, ഇപ്പൊ പഠിക്കുക, വളരെ കുറച്ച് സമയം, ഒരു ഇത്തിരി സമയം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഒരു മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് റിലാക്സേഷൻ കിട്ടാനുള്ള സമയം നമ്മൾ കണ്ടെത്തിയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം കേട്ടോ. ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. ദെൻ ഹാവ് സം ക്വാളിറ്റി ടൈം വിത്ത് യുവർ ഫാമിലി. നമ്മളുടെ ഈ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ എന്താണ്, ഈ ഒരു പഠനത്തിന്റെ ആ ഒരു കാര്യഗൗരവവും അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നമ്മളൊന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ എന്താണ്, അവരുടേതായ സജഷൻസ് ഉണ്ടായിരിക്കാം, അവരുടേതായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്താണ്, അവർ ഹെൽപ്പ് ചെയ്യാം നമ്മളെ, അല്ലെ. കുറച്ച് നമുക്ക് എന്താ, നമ്മുടെ ആ ഒരു തലയിലേക്ക് വലിയൊരു ഭാരം ഇറക്കി വെക്കുന്ന പോലെ തോന്നാം. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ പഠനത്തിന്റെ ആ ഒരു കൃത്യമായിട്ട് നമുക്ക് ആ ഒരു എന്താണ്, ഓരോ ദിവസവും വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കൂടും. നമുക്ക് മടുപ്പ് ഫീൽ ചെയ്യില്ല. ഓരോ സമയം നമ്മളത് കീപ്പ് ചെയ്ത് തന്നെ പോകും. അപ്പം അങ്ങനെ നമുക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സിസ്റ്റമാറ്റിക് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ വേണം. ഞാൻ പറഞ്ഞല്ലോ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സ്റ്റഡി പ്ലാൻ ഇപ്പോൾ ഓരോരുത്തരും തുടങ്ങി കാണും, ഫോളോ ചെയ്യുന്നവരുണ്ടാകും, ഒക്കെ ഉണ്ട്. ഞാൻ എൻ്റെതായൊരു ഇത് ഞാൻ ഇപ്പോൾ ഓൾറെഡി കുറച്ച് മുമ്പൊക്കെ ഇട്ടിരുന്നു. എന്നാലും ഇപ്പോൾ ഈ ഒരു ടൈം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതായത് നമുക്കിനി ഒരു എന്താണ്, 3 മാസം തികച്ചില്ല എങ്കിലും ആ ഒരു ഇതിൽ അത്രയും ടൈമിനുള്ളിൽ ആ ഒരു വിത്തിൻ ദ സ്പെസിഫിക് ടൈം നമുക്ക് എങ്ങനെ മാക്സിമം പഠിച്ചു തീർക്കാം, അതും ക്വാളിറ്റി, അല്ലെ, ആ ഒരു ക്വാളിറ്റിയോട് കൂടി പഠിക്കാം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഞാൻ സ്റ്റഡി പ്ലാൻ വേഗം തന്നെ ചെയ്യാൻ പറഞ്ഞു. എക്സാമിൻ്റെ കുറച്ച് ഇതുള്ളത് കൊണ്ടാണ്. ദെൻ ലെവൽ അപ്പ് യുവർ സ്റ്റഡീസ്. നമ്മൾ എപ്പോഴും സ്റ്റഡീസ് ഒന്ന് ലെവലപ്പ് ചെയ്യണം. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അത് ശരിയായിട്ടുള്ള രീതിയിലാണോ എന്ന് മനസ്സിലാക്കിക്കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ചില റെക്ടിഫിക്കേഷൻസ് വരുത്തി നമ്മൾ ഇതുവരെ പഠിച്ചത് എവിടെ എത്തി നിൽക്കുന്നു, നമ്മുടെ പഠനം നല്ല രീതിയിലാണോ പോകുന്നത്, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം. കുറച്ചൊന്ന് ലെവലപ്പ് ചെയ്യാം. എങ്ങനെയാണ്, ഏതൊക്കെ കാര്യങ്ങൾ മുന്നിൽ നോക്കി ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ കുറച്ചും കൂടെ സമയം കൂടുതലെടുത്ത് പഠിക്കണം, കുറച്ചൊന്ന് ലെവലപ്പ് ചെയ്യണം. ഓക്കെ, ദെൻ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ ശരിയായ റൂട്ടിലൂടെ തന്നെയാണ് പഠിച്ചു പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് അറിയോ, നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാത്തിലും പറയുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാന്നുള്ളത്. ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കോച്ചിങ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ സാറൊക്കെ പറയുമായിരുന്നു, നിങ്ങൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും, എത്ര നിങ്ങൾ അവിടെ നിന്ന് ഞാൻ ആ ബുക്ക് വായിച്ചു, ഈ ബുക്ക് വായിച്ചു, എത്ര റെഫറൻസസ് എത്രയൊക്കെ റെഫർ ചെയ്തു എന്ന് പറഞ്ഞാലും, അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ചോദ്യ പേപ്പർ നിങ്ങളുടെ മുന്നിൽ കിട്ടുമ്പോൾ മാത്രമാണ്. അതിൽ നിന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളത്. അത് നിങ്ങൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്ത് അതിനെ ലെവലപ്പ് ചെയ്യുന്നോ, നിങ്ങൾ ആ ഒരു ലെവലിലോട്ട് എത്തുന്നു, നിങ്ങളുടെ മാർക്സ് ഇംപ്രൂവ് ആകുന്നു, ഒരു 50 above 60 above ആകുന്നു, സോ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. Okay, then obviously 100% hard work. Make sure that you are giving your 100%
ഓൺ യുവർ വർക്ക്. നിങ്ങളിപ്പോൾ എന്ത് കാര്യം, അത് പഠനമാണെങ്കിലും ശരി, നിങ്ങളുടെ ജോലിയാണെങ്കിലും ശരി കേട്ടോ, ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞോളൂ. എനിവേസ്, പഠിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പഠനമാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ 100% എഫേർട്ടാണ് നിങ്ങളുടെ ആ ഒരു പഠനത്തിന് വേണ്ടി ഇടുന്നത് എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കണം, നമ്മളുടെ എന്താണ്, ഞാൻ ആരോടാണെങ്കിലും ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും നമുക്ക് എന്താണ്, എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ 100% ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട്, ഇനി ബാക്കിയെല്ലാം വരുന്ന പോലെ എന്നുള്ള ആ ഒരു 100% ഹാർഡ് വർക്ക് എന്നുള്ളത് നമുക്ക് എപ്പോൾ ഏതൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ട് പറയാൻ പറ്റണം. നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ ഈ ഒരു എക്സാമിന് വേണ്ടി എൻ്റെ 100% കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. അത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് കൂളായിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റും. അതേസമയം എന്താണ്, ഇപ്പോൾ 100% നമ്മൾ കൊടുത്തിട്ട് നമുക്കത് കിട്ടുന്നില്ല എങ്കിൽ ഇറ്റ് വിൽ ബി അവർ ഫീറ്റ്, നമ്മുടെ ഫീറ്റ് ആയിരിക്കും, നമ്മുടെ വിധിയായിരിക്കും കിട്ടില്ല, അല്ലെങ്കിൽ ബാക്കി എന്താണോ അതിനുള്ളത്. പക്ഷേ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി, അല്ലെങ്കിൽ എന്താണ് അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്തി അതിനനുസരിച്ച് മുന്നോട്ട് പോകും. അതിൽ ഡെസ്പറേറ്റ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ 100% ഹാർഡ് വർക്ക് ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ തോറ്റു പോകുന്നത് എങ്കിലും ജയിച്ചാലും ഇപ്പോൾ ജയം ഉറപ്പാണ്. ഏതൊരു കാര്യത്തിനും നമ്മൾ 100% ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി റിസൾട്ട് ഉണ്ടായിരിക്കും. അതെനിക്ക് ഉള്ള അനുഭവമാണ്. കാരണം കുറേയധികം എക്സാംസ് എനിക്ക് 100% ഇടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ എവിടെയൊക്കെ 100% എഫേർട്ട് ഇട്ടിട്ടുണ്ടോ അതിനൊക്കെ എനിക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് നെഞ്ചിക്കൈ വെച്ച് പറയാൻ പറ്റണം, ഞാൻ എൻ്റെ 100% കൊടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം വരുന്ന പോലെ എന്നുള്ളത്. ഓക്കെ, ബി ഷുവർ ദാറ്റ് യു ആർ നോട്ട് റിഗ്രറ്റഡ് എനിമോർ. പിന്നെ നമുക്ക് റിഗ്രറ്റ് തോന്നുന്നത്, അയ്യോ എനിക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പഠിച്ചാനെ, അയ്യോ എനിക്ക് അത് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ കുറച്ചും കൂടി എനിക്ക് പഠിക്കാൻ പറ്റിയാണ്, അയ്യോ എനിക്ക് അതുണ്ടായിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റിയാണ് എന്നുള്ള ആ ഒരു റിഗ്രറ്റ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ആഫ്റ്റർ ഓൾ ഈ ഒരു എക്സാമിൻ്റെ ആ ഒരു ദിവസം നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നമുക്ക് എന്താണ് ഒരിക്കലും പറയാൻ പറ്റില്ല ഇന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വരാം. അത് നമുക്ക് അൺസർട്ടനിറ്റീസ് എന്താണ് അതെന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വരാവുന്ന കാര്യങ്ങളാണ്. അല്ലാതെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന നമ്മളുടെ മുൻകൈയെടുത്ത് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമ്മളുടെ വോളണ്ടറി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ ഡിസിഷൻസ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ നമുക്ക് റിഗ്രറ്റ് തോന്നരുത്. ഞാനത് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്താണ്, ഞാൻ ആ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്കതിൽ കിട്ടിയാനേ, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആയി പഠിച്ചിരുന്നെങ്കിൽ എന്നുള്ള ഒരു റിഗ്രറ്റ് നമുക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വരരുത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, 100% ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ്. നമ്മൾ എഴുതാൻ പോകുമ്പോൾ നമുക്ക് ആ 100% പറയാൻ പറ്റണം. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ കിട്ടിയില്ലെങ്കിൽ ഓക്കെ, അത് നമ്മൾ ആ ഒരു ഫേറ്റ് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അത് കിട്ടിയില്ല, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു ചോദ്യം പേപ്പർ ടഫ് ആയിരിക്കും, അങ്ങനെ വേണമെങ്കിൽ. പക്ഷേ നമുക്ക് നമ്മുടെ വെറും ഒരു 60% 70% ഒക്കെ ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പകുതി പോലും ഇടാൻ പറ്റാതെ നമ്മൾ വെറുതെ പോയി എഴുതുന്നതിൽ അർത്ഥമില്ല. വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം സെറ്റായിട്ട് നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, കോൺഫിഡൻ്റ് ആയിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് 100% ഹാർഡ് വർക്ക് ഇട്ട് പഠിക്കാൻ റെഡിയാണോ, തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കിട്ടിയിരിക്കും. അത് സെൽഫായിട്ടാണെങ്കിൽ സെൽഫായിട്ട്, യാതൊരു ഇപ്പോൾ സെൽഫായിട്ട് പഠിക്കുന്നവരാണെങ്കിലും അവർക്ക് യാതൊരു വിഷമവും വേണ്ട. നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ട്, ആ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയെടുക്കുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ SCRT പാഠഭാഗങ്ങൾ, NCERT പാഠഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ SCRT പാഠഭാഗങ്ങളിൽ മെയിൻലി 5, 7, 9 ഈ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് നോക്കൂ. ഇതിൽ നിന്നാണ് കുറേയധികം ചോദ്യങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ VFAയിൽ പോലും ചോദിച്ചിട്ടുള്ളത്. 9ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റിലെ കുറേ കാര്യങ്ങളാണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റണം SCRT പാഠഭാഗങ്ങൾ, കാരണം അത് മസ്റ്റാണ്. അതിൽ നിന്ന് ധാരാളം ചോദിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നിങ്ങളുടെ കയ്യിൽ ഒരു റാങ്ക് ഫയൽ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നത്. ഞാൻ ഡിഗ്രിയുടെയാണ് യൂസ് ചെയ്യുന്നത്. ഡിഗ്രിയുടെ നോക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. മലയാളത്തിൻ്റെ കിട്ടും, പല പബ്ലിക്കേഷൻസിൻ്റെ ഉണ്ട്, ഓരോന്നിനും അതിൻ്റെതായ ഇതുണ്ട്. നിങ്ങൾക്ക് ഏതാണോ നല്ലത് നോക്കി ഇതാക്കുന്നത് അത് നോക്കി മേടിക്കാം. ഒരു ഫർദർ റെഫറൻസ് എന്നോണം അത് കയ്യിലുണ്ടായിരിക്കാം. ദെൻ CA കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് മാക്സിമം അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകുക. ഈ ടെക്സ്റ്റ് ബുക്കുകൾ മാക്സിമം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ടൈമിലുള്ള സ്റ്റഡി പ്ലാൻ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. എങ്ങനെ പഠിച്ചു പോകണം, ഇപ്പോൾ അല്ലാത്ത രീതിയിൽ നിങ്ങൾ എന്തായാലും പഠിക്കണം, നിങ്ങളുടേതായ രീതിയിലുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ഇപ്പോൾ നമ്മുടെ ആണെങ്കിലും എൻ്റെ ചാനലിലാണെങ്കിലും ഞാൻ ഇടുന്നുണ്ട്. കുറേയധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഞാൻ പറഞ്ഞ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് മുമ്പ് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക. കാരണം ചിലതൊക്കെ നമ്മൾ വിചാരിക്കും ഹോട്ട് ടോപ്പിക്സ് ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ ചോദിക്കുള്ളൂ, പക്ഷെ അങ്ങനെയല്ല. അവർ ചില ഏരിയാസ് വിചാരിക്കാത്ത ഏരിയാസിൽ നിന്നും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മാക്സിമം ചോദ്യ പേപ്പറുകൾ തന്നെ കണ്ട് പരിശീലിക്കണം. ചിലതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടും വരുന്നുണ്ട്, ചിലതൊക്കെ തൊടാത്ത ഏരിയാസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതാക്കണം. അപ്പോൾ നിങ്ങളുടേതായ ടൈം കൃത്യമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ 10 12 മണിക്കൂർ പഠിക്കുന്നതിലല്ല, നമ്മൾ പഠിക്കുന്ന സമയം കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിക്കണം. നമ്മുടെ ടൈം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ ഒരു കാര്യത്തിനായിരിക്കണം. അപ്പോൾ അതിന് നമ്മുടെ ഹെൽത്ത്
നന്നായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ സാക്രിഫൈസ് എടുക്കരുത്. അത് മൈൻഡിന്റെ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും ഓക്കെ. ഭക്ഷണം കൃത്യമായി കഴിച്ച് അതുപോലെ തന്നെ എന്താണ് കൃത്യമായി ഉറക്കം. അതും കുറേയധികം എന്താണ് ഉറക്കം എന്ന് പറയുന്ന സംഭവം നമ്മൾ എന്താണ് നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് വേണം ആവശ്യത്തിന് അല്ലേ. അല്ലെങ്കിൽ അത് തലവേദന, കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ട്, കുറേയധികം സ്ട്രെയിനുകൾ ഉണ്ടാക്കും. അപ്പോൾ എത്രത്തോളം കാരണം നമ്മൾ മാക്സിമം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കണ്ണിന് ഇങ്ങനെ കോൺസ്റ്റന്റ്ലി സ്ട്രെയിൻ ആണ് വരുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള റെസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഹോപ്പ്ഫുള്ളി നമ്മുടെ ലൈഫും നമ്മുടെ മൂഡും ഇതുപോലെയൊക്കെ തന്നെ ആവട്ടെ, ബ്രൈറ്റ് ആൻഡ് കളർഫുൾ ആവട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫും മൂഡും ഒക്കെ ബ്രൈറ്റ് ആവും. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ സ്ക്രീനിൽ അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കുക. എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഇതൊക്കെ പഠിച്ച കിട്ടുമോ ഒരു ചോദ്യം വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇത് കിട്ടുകയാണെങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരിക, നിങ്ങളുടെ കയ്യിൽ ആ ഒരു എന്താണ് അഡ്വൈസ് കിട്ടുക, ആ ഒരു ടാഗ് കിട്ടുക ജോലി കയറുമ്പോൾ അല്ലെ. അതുപോലെ തന്നെ എന്താണ് കുറേ പേരുടെ ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് നിങ്ങളുടെ ആ ഒരു എന്താണ് ജോലി എന്ന് പറയുന്നത് അല്ലെ. അതാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ക്വാട്ടാണ്. ഫ്രാങ്ക് ഓഷ്യന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്വാട്ടുണ്ട്, വർക്ക് ഹാർഡ് ഇൻ സൈലൻസ്, ലെറ്റ് യുവർ സക്സസ് ബി യുവർ നോയ്സ് എന്നുള്ളത്. നിങ്ങളുടെ മുന്നിൽ കുറേയധികം ചോദ്യങ്ങളുണ്ടാവും, കുറേയധികം നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നുണ്ടാവും, കുറേ കാലമായില്ലേ, ഇതുവരെ ഒന്നും ആയില്ലേ എന്ന് ചോദ്യങ്ങളുണ്ടാവും. അപ്പോഴൊക്കെ അതിനുള്ള മറുപടിയോ എക്സ്പ്ലനേഷൻസോ പറഞ്ഞ് സമയം കളയാനല്ല നമുക്ക്. നമ്മൾ നിശബ്ദരായിട്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നിശബ്ദതയിൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ഡ്രോപ്പിൽ അവരുടെ മുന്നിൽ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നവരോ അല്ലെങ്കിൽ എന്താണ് പറയുക വെറുതെ സമയം കളയുന്നവരോ ഒക്കെ ആയിരിക്കാം. പക്ഷെ അവർക്കുള്ള മറുപടി എന്ന് പറയുന്നത് നമ്മുടെ സക്സസ് ആണ്. അതിന് നമ്മൾ ആ നിശബ്ദതയുടെ മറവിൽ 100% വർക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റാം ഞാൻ 100% വർക്ക് ചെയ്തു, അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിരുന്നത്. അതിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെയാണ്. ഓക്കെ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഓക്കെ, നമ്മൾ അധ്വാനിച്ച് നേടുന്നതിന്റെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്കത് ഇപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ അത്രയും ഇപ്പൊ അധ്വാനിച്ച് കിട്ടുന്നതിൽ ഒരു 100 രൂപയാണെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്നതും നമുക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ആദ്യം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കാം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തരുത്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. എന്നാലും ചിലർക്കാണെങ്കിലും എന്താണ് ചില സമയത്ത് നമ്മുടെ മൈൻഡും മൂഡും ഒക്കെ ഒന്ന് ഡ്രോപ്പ് ആവും. അപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ, എന്തെങ്കിലും ഒരു സ്റ്റോപ്പ് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ, ഒന്ന് ഒന്ന് നമ്മൾ സിസ്റ്റം ഇടയ്ക്ക് റീഫ്രഷ് ചെയ്യില്ലേ, എന്നിട്ട് നമ്മൾ തുടങ്ങിയില്ലേ ഒന്നിന്ന്, അതുപോലെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചോദ്യപേപ്പറിന്റെ ഡിസ്കഷനും അതുപോലുള്ള സ്റ്റഡി പ്ലാനിന്റെ ഒക്കെ കാര്യമായിട്ട് ഉടനെ നമ്മുടെ ചാനലിൽ വന്നിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വൃന്ദാവൻ PSC വേൾഡ് എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിൽ ഹോമിൽ Gmail ID കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ